ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഭവന നിർമ്മാണ ബോർഡിലും ആരോഗ്യ കേരളത്തിലും കുടുംബശ്രീയിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ മൈക്രോബയോളജി വിഭാഗത്തിന് കീഴിലെ പ്രോജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് 3 ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 40 വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള MLTയിൽ ബിരുദവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ MLTയിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ജനനത്തീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജനുവരി 4 രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ കാര്യാലയത്തിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. അടുത്തത് കൊല്ലം ജില്ലയിൽ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ റേഡിയോഗ്രാഫി ട്രെയിനികളുടെ ഒഴിവ് വന്നിട്ടുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് നടത്തുന്ന ഡിപ്ലോമ ഇൻ റേഡിയേഷൻ ടെക്നോളജി കോഴ്സ്, 3 വർഷ DRRT, കേരള സ്റ്റേറ്റ് പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തപാൽ മുഖേനയോ ഓഫീസിൽ നേരിട്ട് ഹാജരായോ ജനുവരി 6 5 മണിക്ക് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അഭിമുഖത്തിനുള്ള തീയതി കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപേക്ഷകർ അഭിമുഖത്തിന് ഹാജരാകുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും പകർപ്പുകളും സഹിതം കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിൻ്റെ കാര്യാലയത്തിൽ ഹാജരാവണം. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ ഗവൺമെൻറ് TD മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ പമ്പ് ഓപ്പറേറ്റർ കം പ്ലംബർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നുണ്ട്. യോഗ്യത പ്ലംബർ ട്രേഡിൽ NTC സർട്ടിഫിക്കറ്റും ബന്ധപ്പെട്ട മേഖലയിൽ സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. പ്രായപരിധി 20-നും 40-നും ഇടയിലാണ്. രാത്രി ഡ്യൂട്ടി ഉൾപ്പെടെ എടുക്കുവാൻ തയ്യാറായിരിക്കണം അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ. താല്പര്യമുള്ളവർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം 2025 ജനുവരി 10 വൈകിട്ട് 5 മണിക്ക് മുമ്പായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആരോഗ്യ കേരളത്തിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ സ്ഥാപനങ്ങളിൽ താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ ട്യൂബർകുലോസിസ് ഹെൽത്ത് വിസിറ്റർ തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട്. അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള സയൻസ് ബിരുദം, സയൻസ് വിഷയത്തിലെ ഇൻ്റർമീഡിയറ്റ്, കൂടാതെ MPW അല്ലെങ്കിൽ LHV അല്ലെങ്കിൽ ANM അല്ലെങ്കിൽ ഹെൽത്ത് വർക്കർ തസ്തികകളിലെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്നിവയിലെ ഹയർ കോഴ്സ് അല്ലെങ്കിൽ അംഗീകൃത ട്യൂബർകുലോസിസ് ഹെൽത്ത് വിസിറ്റേഴ്സ് കോഴ്സ്, കൂടാതെ 2 മാസത്തിൽ കുറയാത്ത കമ്പ്യൂട്ടർ ഓപ്പറേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. MPW മൾട്ടിപർപ്പസ് വർക്കർ അല്ലെങ്കിൽ അംഗീകൃത സാനിറ്ററി ഇൻസ്പെക്ടർ കോഴ്സ് പാസ്സായവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അപേക്ഷകർക്ക് 40 വയസ്സ് കൂടരുത്. താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡാറ്റ, മൊബൈൽ നമ്പർ, ഇമെയിൽ വിലാസം എന്നിവ ഉൾപ്പെടെ ജനനത്തീയതി, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ സഹിതം ജനുവരി 3 വൈകിട്ട് 5 മണിക്ക് മുമ്പായി നേരിട്ടോ തപാൽ മുഖേനയോ തൃശൂർ ആരോഗ്യ കേരളം ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. വിശദ വിവരങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശ്ശൂർ ഡിവിഷൻ്റെ കീഴിലുള്ള പുല്ലഴി, മുളങ്കുന്നത്ത് കാവ്, ചാലക്കുടി എന്നീ വനിതാ ഹോസ്റ്റലുകളിലേക്ക് മാട്രൺ, വാർഡൻ, സ്വീപ്പർ, മെയിൻ കുക്ക്, കുക്ക് ഹെൽപ്പർ, വാച്ച്മാൻ എന്നീ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. പ്രദേശവാസികളായ വനിതകൾക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശ്ശൂർ ഡിവിഷൻ, അയ്യന്തോൾ, തൃശ്ശൂർ 680003 എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. വിശദ വിവരങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ കാവനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2 ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത ANM അല്ലെങ്കിൽ JPHN സർട്ടിഫിക്കറ്റ് ആണ്. പ്രായപരിധി 2025 ജനുവരി 1 40 വയസ്സ് കവിയരുത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ജനുവരി 3 രാവിലെ 10:30 കാവനൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കുടുംബശ്രീയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കുടുംബശ്രീ തിരുവനന്തപുരം ജില്ലാ മിഷൻ ഓഫീസിൽ ഓഫീസ് സെക്രട്ടേറിയൽ സ്റ്റാഫ് ക്ലറിക്കൽ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. യോഗ്യതകൾ: അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിര താമസക്കാരായിരിക്കണം. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനം, ടൈപ്പിംഗ്, മലയാളവും ഇംഗ്ലീഷും അറിഞ്ഞിരിക്കണം. കൂടാതെ സമാന ജോലികളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പ്രായപരിധി 40 വയസ്സ്
കവിയാൻ പാടില്ല. സർക്കാർ സ്ഥിരം സർവീസിൽ നിന്നും പിരിഞ്ഞവർക്ക് പ്രായപരിധി ബാധകമല്ല. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർക്ക് നേരിട്ടോ തപാൽ മുഖേനയോ വെള്ളപ്പേപ്പറിൽ നിങ്ങളുടെ യോഗ്യതകൾ തെളിയിക്കുന്ന രേഖകളുടെ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് സഹിതം 4/1/2025 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിൽ ഓഫീസ് സെക്രട്ടേറിയൽ സ്റ്റാഫ് ക്ലറിക്കൽ താൽക്കാലിക ഒഴിവിലേക്കുള്ള അപേക്ഷ എന്ന് രേഖപ്പെടുത്തണം. അപേക്ഷ അയക്കേണ്ട വിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ ജില്ലാ മിഷൻ, ജില്ലാ പഞ്ചായത്തിൻ്റെ 2ാം നില, പട്ടം പാലസ് PO, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.